എല്ലാവർക്കും ഗുഡ്വിൽ പാചകത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബാസ ഫിഷ് വെച്ച് ഒരു ക്രംഫേർഡ് ഫിഷ് ഉണ്ടാക്കാം. അതിനായി നമ്മൾ ഒരു ബാസ ഫിഷ് നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. നമ്മൾ നീളത്തിലാണ്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ബാസ ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മസാല റെഡിയാക്കാനുള്ള പരിപാടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ നീര് നമ്മൾ ഇതിനകത്തേക്ക് പിഴിഞ്ഞ് വയ്ക്കേണ്ടതുണ്ട്. ഇതിലേക്ക് നമുക്ക് അടുത്തായി ചേർക്കാൻ പോകുന്നതാണ് ചോപ്പ് ചെയ്ത ഗാർലിക്, അതിൻ്റെ കൂടെ ചോപ്പ് ചെയ്ത ഗ്രീൻ ചില്ലി, നമ്മുടെ ഫ്രഷ് പാഴ്സലിയാണ് നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. ലേശം ഉപ്പ് ആവശ്യത്തിന്, ലേശം കാശ്മീരി ചില്ലിപ്പൊടി, ലേശം പാപ്രിക്ക പൗഡർ, കുറച്ച് ബ്ലാക്ക് പെപ്പർ എരിവിന് വേണ്ടിയിട്ട്. ഇത് നന്നായിട്ടൊന്ന് തീമി മസാല തട്ടി പൊടിക്ക് എല്ലാ കളറും കൂടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ടാലും മതി. ഇതിലേക്ക് വേണ്ടി എല്ലാ മസാലകളും ചേർത്ത് വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ പിന്നെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ക്രംസി മുക്കി ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിലേക്ക് നമുക്ക് മസാല കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ലേശം കോൺഫ്ലവർ പൊടിക്ക് മൈദ ചേർത്തൊന്ന് തിരുമ്മി വയ്ക്കാം. ക്രംസി മുക്കി ഫ്രൈ ചെയ്യുമ്പോൾ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നമുക്കിതിനെ ഒരേന്ന മുട്ടയുടെ വെള്ളയും മുക്കി ക്രംസിലേക്ക് മാറ്റി വയ്ക്കാം. ഓരോന്ന നമുക്കിത് സിമ്പിളായിട്ട് വീടുകൾ തയ്യാറാക്കാം. ക്രംസ് ഇല്ലെങ്കിൽ നമുക്ക് മൈദയിൽ തന്നെ നമുക്ക് ചെയ്യാം. സെയിം ബാറ്റർ അടിച്ചിട്ട് മൈദയിൽ നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ ചില്ലി ചിക്കനൊക്കെ ബാറ്റർ അടിക്കല്ലേ, അതേ രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ക്രംസ് ചെയ്യുന്നതുകൊണ്ടാണ്, ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ക്രംസ് ചെയ്യുന്നത്. അങ്ങനെ നമുക്ക് ക്രംസ് മുക്കി നന്നായിട്ട് സെറ്റാക്കി വയ്ക്കാം. അപ്പോൾ നമ്മുടെ ക്രംഫേർഡ് ഫിഷ് നമുക്ക് വറുത്തെടുക്കാം എണ്ണയ്ക്കകത്ത്. ഇന്ന് ഞാനുണ്ടാക്കിയ ക്രംഫേർഡ് ഫിഷ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയൊരു ഐറ്റവുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഷെഫ് നിവിൻ.